പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജനുവരി മാസം 31 തീയതി വെള്ളിയാഴ്ച. സ്വർഗത്തിൻ്റെ വലിയ കൃപയാൽ 2025 1 മാസം നാം പിന്നിടുകയാണ്. ഈ പുത്തൻ വർഷത്തിൻ്റെ 1 മാസം കൂടെ തമ്പുരാൻ നമ്മെ പരിപാലിച്ചു. നമ്മുടെ ഗമന ആഗമനങ്ങളെ കർത്താവ് കാത്തു. നമ്മുടെ കുഞ്ഞുങ്ങളെ, കുടുംബാംഗങ്ങളെ ദൈവം പരിപാലിച്ചു. അപകടങ്ങളും അനർത്ഥങ്ങളും പ്രതികൂലങ്ങളും നിറഞ്ഞ ഈ ലോകയാത്രയിൽ കർത്താവ് അനുകൂലകനായതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും ഈ പുത്തൻ വർഷത്തിൻ്റെ, പുത്തൻ മാസത്തിൻ്റെ അവസാന ദിനം കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. അനുഭവിക്കുന്ന എല്ലാ നന്മകൾക്കും നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 50 അധ്യായം 20 വാക്യം. ജെനസിസ് ചാപ്റ്റർ 50 വേഴ്സ് 20 നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ആരെക്കുറിച്ച് എപ്പോൾ എന്തിനു വേണ്ടി ഇത് പറഞ്ഞുവെന്ന് നമുക്കെല്ലാം വളരെ പരിചിതമാണ്. ഉൽപ്പത്തി പുസ്തകം 50 അധ്യായം അഥവാ അവസാന അധ്യായം യാക്കോബിൻ്റെ മരണശേഷം നടന്ന സംഭവങ്ങളാണ് വായിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ യാക്കോബ് മരിച്ചു കഴിഞ്ഞപ്പോൾ യോസഫിൻ്റെ സഹോദരങ്ങൾ ആകമാനം വിഷമത്തിലായി. അവരുടെ ഉള്ളിൽ കൂടെ കുറ്റബോധം ഓടിത്തുടങ്ങി. ഇനിയും പിതാവുണ്ടായിരുന്നത് കൊണ്ട് നമ്മളെ ഒരു പരിധിയോളം കാത്തു, അല്ലെ ഒന്നും ചെയ്തില്ല. ഇനി നമ്മളോട് ആ പഴയ വിദ്വേഷം വെച്ച് ഇടപെടുമോ? നമ്മുടെ അവസ്ഥ എന്തായിത്തീരുമെന്നവർ കൂടി ആലോചിച്ചു. അങ്ങനെ ഒരു ഇടനിലക്കാരനെ യോസഫിന്റെ അടുക്കൽ വിട്ടു. സംസാരിക്കുമ്പോൾ തന്നെ യോസഫ് കരഞ്ഞു എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ യോസഫ് അവരോട് പറയുകയാണ്, ഈ സഹോദരങ്ങൾ വന്ന് യോസഫിന്റെ കാലിൽ വീണു. അതായത് യോസഫ് ചെറുപ്പത്തിൽ എന്താണ് സ്വപ്നത്തിൽ കണ്ടത്? ദർശനക്കാരാ, സ്വപ്നക്കാരാ എന്ന് കളിയാക്കി വിളിച്ച അതേ സഹോദരങ്ങൾ ആ സ്വപ്നത്തിലേതുപോലെ തന്നെ യോസഫിന്റെ കാൽക്കൽ വീണ് നിലവിളിച്ചു. ആ സമയത്ത് പറയുന്നുണ്ട്, ഞാനെന്താ ദൈവമാണോ? അതിനുശേഷം അവരോട് പറഞ്ഞ മറുപടി എത്ര ശ്രദ്ധേയമാണ്. പറയുകയാണ്, നിങ്ങൾ എനിക്ക് ദോഷമായി ചെയ്തു, പക്ഷേ എത്രയോ പേർക്ക് ഗുണമാകേണ്ടതിന് ദൈവം അത് എങ്ങനെ മാറ്റി അനുഗ്രഹമാക്കി തീർത്തു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പേര് നന്മ ചെയ്തിട്ടുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മോറലി, ഫിനാൻഷ്യലി, പ്രാർത്ഥനയിൽ, കരുതലിലൊക്കെ നമ്മളെ ഒത്തിരി പേര് കരുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒത്തിരി പേർ നമുക്കെതിരെ അപവാദങ്ങൾ, കുപ്രചരണങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ജോലിയിൽ, കുഞ്ഞുങ്ങളുടെ പഠനത്തിൽ, മക്കളുടെ വിവാഹത്തിൽ, ഭവന പണിയിൽ, എന്തിന് നമ്മൾ പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ആരാധനയ്ക്ക് പോകുമ്പോഴൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നവർ പോലും നമുക്കെതിരെ പല വിധത്തിലുള്ള അപവാദങ്ങളും ദുഷ്പ്രചരണങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. നമ്മൾ അതിനകത്തിലൊന്നും വിഷമിക്കേണ്ട കേട്ടോ. എന്താണെന്നറിയാമോ? യോസേഫിന്റെ ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന നിന്ദാകരമായ, പ്രതികൂലാത്മകമായ ഏത് സാഹചര്യത്തെയും ഗുണകരമാക്കി തീർക്കുന്ന, നന്മയിലേക്ക് നടത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നു. യോസഫ് താണ്ടിയത് കുറച്ചൊന്നുമല്ല, വേദനപ്പെട്ടത് കുറച്ചൊന്നുമല്ല. തൻ്റെ ചെറുപ്രായത്തിലെ അപ്പൻ്റെ ഭവനം വിടേണ്ട അവസ്ഥയുണ്ടായി. അത് മാത്രമാണോ?
ദുരിതങ്ങളുടെ ഒരു വലിയ ഘോഷയാത്ര, പ്രതികൂലങ്ങളുടെ ഒരു നീണ്ട നിര. പക്ഷേ അതിൻ്റെ എല്ലാ അവസാനം എവിടെ എത്തി? അതെ, താൻ വീട് വിട്ടു പോകുവാൻ, സഹോദരങ്ങൾ ദ്വേഷിക്കുവാൻ കാരണമായി തീർന്ന താൻ കണ്ട സ്വപ്നങ്ങളുടെ പൂർത്തീകരണത്തിൽ എത്തിച്ചേർത്ത ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നമുക്കെതിരെ ആര് എന്ത് പ്രവർത്തിച്ചാലും സങ്കടപ്പെടേണ്ട. സകലതിനെയും ഗുണമാക്കുന്ന ഒരു ദൈവം, പ്രതികൂലങ്ങളെ അനുകൂലമാക്കുന്ന ഒരു ദൈവം. പക്ഷേ ഇത് തിരിച്ചറിയുക എന്നുള്ളത് അല്പം ശ്രമകരമായ കാര്യമാണ്. യോസഫ് എത്ര തന്മയത്വത്തോടെ, പക്വതയോടെ, ആത്മീയ പക്വതയോടെ, ദൈവകൃപയോടെ മുന്നേറിപ്പോയി. നോക്കണം, യോസഫിന്റെ നിലവാരം എന്താണ്? എത്രാമത്തെയാണ് യോസഫ്? ഇപ്പോൾ അടുത്ത വാക്യത്തിൽ പറയാണ്, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ ഭാര്യമാരെയും കുഞ്ഞുകൂട്ടി ആബാലത്തെയും നോക്കിക്കൊള്ളാം, നിങ്ങൾ ഭയപ്പെടണ്ട. അടുത്ത വാക്യം അതാ വായിക്കുന്നത്, നിങ്ങൾ ഭയപ്പെടണ്ട. മരിച്ചുപോയ യാക്കോബിന്റെ സ്ഥാനം എന്നതുപോലെ ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയാണ്, നിങ്ങൾ ദോഷമൊക്കെ ചെയ്തെങ്കിലും തമ്പുരാൻ അത് എനിക്കും അനേക ആയിരങ്ങൾക്ക് ഗുണമാക്കി തീർത്തു. അപ്പൊ പിന്നെ അതൊക്കെ വിട്ടുകളാം. അതെ, ഇത് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഇന്ന് പകൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ 2025 ജനുവരിയിൽ നിങ്ങൾ പ്രതീക്ഷിച്ച പല കാര്യങ്ങളും നടന്നിട്ടില്ലായിരിക്കാം. നിങ്ങൾ ആഗ്രഹിച്ച പലതും കയ്യിലെത്തിയിട്ടില്ല. നിങ്ങൾ പലരോട് പറഞ്ഞ് പല അധ്വാനങ്ങൾ നടത്തിയ പല പരീക്ഷകൾ, വസ്തുവിൻ്റെ കാര്യം, വീടിൻ്റെ കാര്യം, വീസയുടെ കാര്യം, ജോലിക്കാര്യം, സാമ്പത്തിക കാര്യം, ബാങ്ക് ലോണിൻ്റെ കാര്യം എന്നു വേണ്ട നിരവധി കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് വിദേശയാത്രയ്ക്കൊക്കെ പഠിക്കാനൊരുങ്ങുന്ന കുഞ്ഞുങ്ങൾ, ഇങ്ങനെ പോകുന്നു. ഇവിടെ ഒന്നും പ്രതീക്ഷിച്ച ഒരു നീക്കം ഈ മാസം നടന്നില്ലെന്ന് മാത്രമല്ല, അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ. നിങ്ങൾ പ്രതീക്ഷ അർപ്പിച്ച് വിശ്വസിച്ച പലരും നിങ്ങളെ ചതിച്ചു, പല വിധത്തിൽ നിങ്ങളെ വേദനിപ്പിച്ചു, നിങ്ങളെ വേട്ടയാടി. ഒരു കാര്യം ഓർക്കണം, അതൊക്കെ നാളെയുടെ നന്മയാക്കുവാൻ ദൈവത്തിന് കഴിയും. ഇപ്പോൾ അത് തിരിച്ചറിയത്തില്ല. ഇപ്പോൾ വളരെ വേദന നിറഞ്ഞതാ, വളരെ പ്രയാസം നിറഞ്ഞതാ. കുഞ്ഞുങ്ങളുടെ ചില വിവാഹങ്ങൾ മാറിപ്പോയോ? അതിൻ്റെ പുറകിൽ ഒരു നന്മ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ കാണാൻ ഒരു പ്രാർത്ഥിക്കുന്ന ദൈവപൈതൽ പഠിക്കണം. അല്ലെങ്കിൽ നിരാശപ്പെട്ടു പോകും. അയ്യോ, എനിക്കിങ്ങനെ അവസ്ഥയുണ്ടായല്ലോ, എൻ്റെ കുഞ്ഞിന് അവസ്ഥയുണ്ടായല്ലോ, എൻ്റെ ജോലി പോയല്ലോ, എനിക്ക് സ്ഥാനക്കയറ്റം കിട്ടിയില്ലല്ലോ, ഞാൻ ഈ മാസം ഒത്തിരി ആഗ്രഹിച്ച ചില കാര്യങ്ങളുണ്ടല്ലോ, അത് നടന്നില്ലല്ലോ. യെസ്, അത് നടന്നിട്ടുണ്ടാവത്തില്ല. വേദന ഉണ്ടായി കാണും, പ്രയാസം ഉണ്ടായി കാണും, നഷ്ടമുണ്ടായി കാണും. പക്ഷേ നഷ്ടത്തെ ലാഭമാക്കുന്ന, നമ്മുടെ നഷ്ടത്തിനൊത്തവണ്ണം മടക്കി തരുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അതെ, ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഈ പുത്തൻ മാസത്തിന്റെ അവസാന ദിനം യോസേഫിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. നമുക്കെതിരായുണ്ടായ സകല ശത്രുവിൻ്റെ തന്ത്രങ്ങളും ദോഷപ്രവർത്തികളും നാളത്തെ നന്മയിലേക്ക് മാറ്റുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഈ പുത്തൻ വർഷത്തിൻ്റെ, പുത്തൻ മാസത്തിൻ്റെ അവസാന ദിനം പ്രാർത്ഥനയോടെ ഇറങ്ങിത്തിരിക്കാം. നിങ്ങളുടെ യാത്രകൾ, നിങ്ങളുടെ പഠനങ്ങൾ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, ആശുപത്രി കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ, സഭാകാര്യങ്ങൾ, ശുശ്രൂഷകൾ എല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവനിയോഗപ്രകാരം അതൊരു വലിയ നന്മയിലേക്കും വിടുതലിലേക്കും ഉയർച്ചയിലേക്കും അനുഗ്രഹത്തിലേക്കും കൊണ്ടെത്തിക്കട്ടെ. അങ്ങനെ ഇന്നത്തെ ദിനം വിടുതലിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദിനമായി ദൈവകൃപയോടെ പരിപാലിക്കട്ടെ. അതിനായി നമ്മെ തന്നെ താഴ്ത്തിയേൽപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി സ്തോത്രം. 2025 അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകി. ഒന്നാമത്തെ മാസം ഇന്നുകൊണ്ട് ഞങ്ങളെ വിട്ടുപോകുകയാണ്. ഒരു മാസം കൂടെ ഞങ്ങളെ നടത്തി പരിപാലിച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ വേദനകളും നിരാശകളും ഭാരങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം. ഞങ്ങൾക്കെതിരെ ശത്രു
എത്രമാത്രം പ്രവർത്തിച്ച് ദോഷം നിരൂപിച്ചാലും അതിനെ മുഴുവനും അനുഗ്രഹമാക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവം ഇന്നും ജീവിക്കുന്നുവെന്നും ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഇന്ന് ഞങ്ങൾ കേട്ട വചനപ്രകാരം പരിപൂർണമായി അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥനയോടെ ഇറങ്ങിത്തിരിക്കുന്നു. ഇന്നത്തെ ദിനം വിടുതലിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദിനമാകണം. ദൈവകൃപകൾ കൊണ്ട് ഞങ്ങളെ പൊതിയണം. രക്തക്കോട്ടയ്ക്കുള്ളിൽ ചുറ്റിക്കൊള്ളണം. സ്വർഗം പ്രാർത്ഥന കേട്ട് അനുഗ്രഹം അയച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാവട്ടെ. അതെ, ആരെല്ലാം ദോഷം നിരൂപിച്ചാലും ചെയ്താലും പ്രവർത്തിച്ചാലും നമുക്കത് അനുഗ്രഹമാകും. എന്തായാലും യോസഫിനുണ്ടായതിൻ്റെ 100% നമ്മൾ ആരും കടന്നു പോയിട്ടില്ല. ആ യോസഫ് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്ത് മഹത്വം കൊടുത്ത് ആ സഹോദരങ്ങളെ ചേർത്ത് പിടിച്ച് കൂടെ കൂട്ടിയെങ്കിൽ നമുക്കും പ്രാർത്ഥനയോടെ മുന്നേറാം. ആ ഒരു വലിയ അനുഗ്രഹം നമുക്കുണ്ടാവട്ടെ. ഈ ദിനം എല്ലാ നിലയിലും നമ്മ ഏവരെയും അനുഗ്രഹിച്ച് തൻ്റെ കൃപയാൽ നടത്തട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.